കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ വെല്ലുവിളി നടത്തിയാണല്ലോ പോയത്. പുഷ്പ ഫയർ ആണെന്നോ മറ്റോ. ഇപ്പൊ എന്ത് പറയുന്നു? പുഷ്പ ഫയർ തന്നെയാണ് ഇപ്പോഴും അതേ കുറച്ച് നിൽക്കുന്നു. വൈൽഡ് ഫയർ ശരിക്കും ശരിക്കും. പക്ഷെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ വന്നപ്പോ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആണല്ലോ വന്നത്. അതിപ്പോ ഏതൊരു കാര്യത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. വേറൊന്നും പറയാനില്ല. എന്താണ് അതിന്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്? എന്തെല്ലാം ഉണ്ട് പോസിറ്റീവായിട്ട്? കുറച്ച് എന്തെല്ലാം ഫാക്ട് ഉണ്ട്. പിന്നെ പറയാലോ, ഇപ്പം കമ്പാരിറ്റീവ്ലി പുഷ്പ ഫസ്റ്റിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആണ്. വെറും ബെറ്റർ അല്ല, എന്താ പറഞ്ഞേ, പഠിക്കുമ്പോകളിൽ നല്ല എന്താ പറഞ്ഞ, ഓൾമോസ്റ്റ് ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ എൻഡ് വരെ നമുക്ക് എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകരെ പിടിച്ചെത്തുന്ന രീതിയിലാണ്. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴേ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ചില അസൂയക്കാരുടെ രീതികളൊക്കെയാണ്. ചിലപ്പം നമ്മുടെ പടം പക്ഷെ ക്രിഞ്ചാണെന്നാണല്ലോ ആൾക്കാരൊക്കെ പറയുന്നത്. ആര് പറഞ്ഞു? പ്രേക്ഷകർ പറഞ്ഞ, ഞാൻ ഒപ്പീനിയൻ. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ ഗായത്രി, പലർക്കും പല എന്താ അഭിപ്രായങ്ങളല്ലേ ഉള്ളത്. അതില് നമ്മുടെ ഇത്രയും നല്ല പടം ചിലപ്പോ അസൂയ കൊണ്ടിട്ട് അതിനെ എന്താ പറഞ്ഞ മോശം കമന്റുകളോട് ഇപ്പൊ ഫസ്റ്റ് റിലീസ് ആയതേ ഉള്ളൂ. 4 മണിക്കായിരുന്നു ഷോ തുടങ്ങിയത്. ഇപ്പൊ ഷോ 24 hours ഷോ ആണ്. ഇങ്ങനെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അല്ലു അർജുന്റെ ഫാൻസിന് അല്ലെങ്കിൽ ആ പടം ഇങ്ങനെ കാണാൻ ആകാംക്ഷയോടിരിക്കുന്നവരെ പിന്നിലേക്ക് വലിക്കാൻ ചില അസൂയക്കാർ നടത്തുന്ന ചെറിയ, ഇത് വെറും അസൂയ മാത്രമാണെന്നാണ് തീർച്ചയായിട്ടും. അല്ലാതെ ശരിക്കും ഇതിനകത്ത് പോയിന്റ് ഇല്ല. ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല ചിത്രം പോകുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല ഗായത്രിക്ക് ഇഷ്ടപ്പെടുന്നത്, ആണോ? ഓക്കെ, ശരി. നമ്മുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് ആയിരിക്കില്ല മൂന്നാമതൊരാൾക്ക്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഹൈപ്പിനൊത്ത പടം ഇല്ലെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. തെറ്റായ ഒരു കാര്യമാണ്. അതെങ്ങനെ പറയാൻ സാധിക്കും? നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷനിലും അധികമാണ് ഇപ്പൊ ഈ ഒരു പടം വന്നിരിക്കുന്നത്. ശരിക്കും. പക്ഷെ ഇപ്പൊ ഇറങ്ങിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ KGF-ഉം പുഷ്പയും തമ്മിൽ ഒരു കമ്പാരിസൺ പിന്നെയും വന്നിട്ടുണ്ട്. അതായത് ഇത്രയൊക്കെ ആയിട്ട് പോലും KGF-ന്റെ അടുത്ത് എത്താൻ നോക്കി, പക്ഷെ എത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസവും പറഞ്ഞു നിർത്തിയതും ഈ ഒരു കമ്പാരിസനെ ബേസ് ചെയ്താണ്. ശരിക്കും. അപ്പം ഈ KGF-ന്റെ ആ ഒരു ടീം പറയുന്നുണ്ട്, KGF-ന്റെ ആ ഒരു ഹൈപ്പിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ. ടീമല്ല, ആൾക്കാർ കണ്ടിറങ്ങിയ ആൾക്കാരാണ് പറയുന്നത്. ഓക്കെ, KGF-ന്റെ ആ ഒരു ലെവൽ എത്താൻ വേണ്ടിയാണ് പുഷ്പയുടെ എന്താ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തെന്നുള്ള രീതിയിലുള്ള ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പുഷ്പ അത്യാവശ്യം ബെറ്റർ ആയി വന്നപ്പം വീണ്ടും പറയുന്നത് KGF-ന്റെ 7 അയലത്ത് വന്നിട്ടില്ലെന്ന്. എങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും? ഗായത്രി ഫിലിം കണ്ടല്ലോ. അതിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് സത്യമാണെന്ന് പറയാൻ പറ്റും? കാരണം KGF-നെക്കാട്ടിലും എന്തുകൊണ്ടും കണ്ടന്റ് ബേസ്ഡ് ആണ് പുഷ്പ 2 വന്നേക്കുന്നത്. അങ്ങനെ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. എന്താണ് പുഷ്പ അപേക്ഷിച്ച് പുഷ്പ 2-ല് കുറെ ഇമോഷണൽ രംഗങ്ങളുണ്ട്, നമ്മളെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന രംഗങ്ങളുണ്ട്. അതേപോലൊക്കെ തന്നെ ഫൈറ്റ് സീൻസ് ആണെങ്കിലും, അതായത് ആക്ഷൻ സീൻസ് ആണെങ്കിലും ഒക്കെ എന്നാ ഒരു ഫീലാന്നറിയോ, നമ്മളങ്ങ് ഇരുന്ന് പോകും. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ KGF മൂവി ഇറങ്ങി, അതിന്റെ വയലൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നത്, നമ്മൾ കണ്ടതാണ്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു. പക്ഷെ ഈ പുഷ്പ ഇറങ്ങിയപ്പം അത്രയൊന്നും ഇല്ല, KGF-ന്റെ അത്രയൊന്നും എത്തിയില്ലെന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. ഈ ആൾക്കാരെന്ന് പറയാതെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു ഫിലിമിനെ അല്ലെങ്കിൽ ഇതിനെ എന്താ പറയുക, നെഗറ്റീവ് കൊണ്ട് അങ്ങ് അഭിഷേകം ചെയ്ത് വരാനിരിക്കുന്ന പ്രേക്ഷകരെ പിന്തിരിപ്പിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ആ സൈഡിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ അതിനെ അങ്ങനെ കാണുന്നു. അതെന്താ, മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഏതൊരു ഫിലിമാണ് ഡീഗ്രേഡ് ചെയ്യാത്തത്? ഏതൊരു ഫിലിം ഇറങ്ങിയാലും അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരു പറ്റം ആൾക്കാരുണ്ടാവും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അതിലെന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്ത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടായാൽ മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ എന്താണെന്ന് പറയും. ഇങ്ങനെ ഒരു ഫിലിമിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഇപ്പൊ അതിൽ എന്താണ് മോശപ്പെട്ട ഒരു കാര്യമുള്ളത്? അല്ലെങ്കിൽ ഫിലിം കൊള്ളില്ല എന്ന് പറയാൻ പറ്റിയ എന്തൊരു കാര്യമാണുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ ഒരുപാട് കാര്യത്തിൽ ഒരു 3 പോയിന്റ് പറയാൻ പറ്റുമോ? ക്രിഞ്ച് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ആര് പറഞ്ഞു? പ്രേക്ഷകർ ക്യാരക്ടർ അതായിരിക്കും അവരങ്ങനെ കണ്ടിറങ്ങി പ്രേക്ഷകർ പറഞ്ഞതാണ്. ഒന്നും പറയാൻ പറ്റില്ല. അതില് വേണ്ട കാര്യങ്ങൾ മാത്രമാണുള്ളത്. ക്രിഞ്ച് വേണ്ടതാണോ? ഒരു പടത്തിന് ക്രിഞ്ച് നിർബന്ധമാണോ? നിർബന്ധമാണെന്നില്ല. ഞാൻ ക്രിഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ സമ്മതിച്ചല്ലോ. ഞാൻ ഒരിക്കലും ഇല്ല, ഞാൻ ക്രിഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തി ആ ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം അവരെ പോലെ അവർ അതിനെയും കണ്ടു, അത്രേ ഉള്ളൂ. ഈ ഒരു സിനിമയിൽ വന്നേക്കുന്നത് പറഞ്ഞാൽ ആവശ്യമായ ഘടകങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ.
ആരും ഓവറാക്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു ഓവർ ആക്റ്റും ഇല്ല. അല്ലു അർജുൻ ആണെങ്കിലും ഫഹദ് ആണെങ്കിലും ഈവൻ രശ്മിക ആണെങ്കിലും അവരുടെ ആ ഒരു പെർഫെക്ഷൻ വിടാതെയാണ് അവർ പോയേക്കുന്നത്. ഞാൻ കാണിച്ചോട്ടെ, രശ്മികയ്ക്ക് ഈ നാഷണൽ അവാർഡ് കിട്ടും എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നത് കേട്ടോ. അപ്പൊ അത് പുള്ളിക്കാരിയുടെ ഇഷ്ടമായിരിക്കും, അത് തീർച്ചയായിട്ടും കിട്ടുമായിരിക്കും. കാരണം നാഷണൽ അവാർഡ് അല്ല, ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എന്നാ ഒരു കെമിസ്ട്രി ആയിരുന്നു പറയുന്നത്. അപ്പൊ നാഷണൽ അവാർഡ് ഉറപ്പിക്കാം. ഇപ്പം KGF പറ്റി ഇപ്പോഴും ആൾക്കാർ ഇനി 3 വരാനിരിക്കുവാണ്. പുഷ്പയും 3 വരാനിരിക്കുകയാണ്. ഓക്കെ, ശരിയാണ്, പുഷ്പ 3 വരുന്നുണ്ട്. ഇപ്പം ഇത്ര അടുപ്പിച്ച് തന്നെയാണ് 3 വരുന്നത്. അപ്പൊ ഇതുപോലൊരു ആയിരിക്കുമോ? ഇതുപോലെ ആയിരിക്കും എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റും? ഇപ്പം ഈ ഒരു പുഷ്പ ഇപ്പോഴും നല്ല വിജയത്തോടു കൂടിയാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റും. ഇതുവരെ പുഷ്പ പൊട്ടി എന്നൊരു കാര്യം വന്നിട്ടുണ്ടോ? കണ്ടതിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നത്. ഞാൻ പറയുന്നത് കേക്ക്. ഏതൊരു കാര്യത്തിലും മെറിറ്റ് ഉണ്ട്, ഡിമെറിറ്റ് ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പുഷ്പ ഫെയിൽ ആണ് അല്ലെങ്കിൽ പുഷ്പ ഫയർ മാറി ഫ്ലവർ ആയെന്ന് എവിടെ പറയുന്നുണ്ട്? ആൾക്കാർ പറയുന്നുണ്ട്. എവിടെ പറയുന്നുണ്ട്? ഹൈപ്പിനൊത്ത ഒരു സിനിമയല്ല പുഷ്പ എന്നാണ് പറയുന്നത്. പുഷ്പ മേ ബി 10-20 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുമോ? അല്ലെ 10-9 പേര് പറഞ്ഞാൽ അങ്ങനെ ആയി പോവോ? ഒരിക്കലും ഇല്ല. നല്ല വൻ കുതിപ്പോട് തന്നെയാണ് പുഷ്പ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ രശ്മികയുടെ അഭിനയത്തെ പറ്റി എന്താ തോന്നിയത്? ആസ് യൂഷ്വൽ, എപ്പോഴത്തെയും പോലെ തന്നെ തന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ തന്റെ റോള് അതിഗംഭീരമായി തന്നെ. 100% ആണോ അഭിനയമൊക്കെ? 101%. ശരിക്കും ഇപ്പം നായകനും വില്ലനും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളും അതുപോലെ രംഗങ്ങളും ഒക്കെ വന്നപ്പം അതത്ര അങ്ങോട്ട് ക്ലിക്കായില്ലെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടല്ലോ. ക്ലിക്കായില്ല എന്ന് പറഞ്ഞതില് എന്താ പറയുന്നത്, അതൊരു തെറ്റായ കാര്യമാണ്. കാരണം ഫഹദ് ഫാസിൽ ആദ്യത്തെ ഭാഗത്തില് ഫഹദ് ഫാസിലിന് നല്ല ഒരു വില്ലൻ റോള് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തേതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫണ്ണി ആയി പോയി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദിന് ഒരു എന്താ പറയുക അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ റോൾ ആയിരുന്നു ഫഹദ് കൈകാര്യം ചെയ്തത്. അവിടെ അപ്പോ വരുന്നത് പുഷ്പ എന്ന ക്യാരക്ടർ, അതായത് അല്ലു പുഷ്പ എന്ന ക്യാരക്ടർ ജസ്റ്റ് ഒരു എന്താ പറയുക കൂലി, ഒരു ലോക്കൽ മാൻ. അപ്പം ഒരു ലോക്കൽ മാനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഓഫീസർ അവിടെ ഒരു എന്താ പറയുക അത്രയും ഭയങ്കര ഒരു ബോണ്ടിങ് ക്യാരക്ടറാണ് പുള്ളി കൈകാര്യം ചെയ്തോളുന്നത്. പക്ഷെ സെക്കൻഡ് പാർട്ട് വന്ന ടൈമില് പുഷ്പ വെറും ഒരു കൂലിയല്ല, ഈവൻ പോലീസുകാരെ വരെ തന്റെ ടീമിലേക്ക് വിലക്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറിയിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മൾ സെക്കൻഡ് പാർട്ടില് പുഷ്പ എന്ന അല്ലു അർജുനിലൂടെ കാണുന്നത്. അത്രയും പവർഫുൾ ആണ്, മനസ്സിലായില്ലേ? അവിടെ ഈ ഒരു വില്ലൻ റോള് ഒന്നുമില്ല. അപ്പം അത് മാത്രമല്ല, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഫഹദിന് കുറച്ച് ഒരു സൈക്കോ മോഡാണ്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ അതിന്റെ എക്സ്ട്രീം ലെവലാണ്. പക്ഷേ കോമഡി ആയി പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അവരുടെ ഒരു ക്യാരക്ടർ ആണല്ലോ. ആ ഒരു ക്യാരക്ടർ ഇപ്പം കോമഡി ആയിരിക്കാം, മേ ബി അതിന്റെ എന്താ പറഞ്ഞത് ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത് കോമഡി ആയിരിക്കാം. ആ രീതിയിൽ തനിക്ക് കിട്ടിയ റോള് അത്രത്തോളം ഭംഗിയായിട്ട് തന്നെയാണ് ഫഹദ്. നല്ല അഭിനയമായിരുന്നു തന്നെയാണ് അശ്വിനിയുടെ അഭിപ്രായം. തീർച്ചയായിട്ടും തനിക്ക് കിട്ടിയ റോള് അത്രത്തോളം ഭംഗിയായിട്ട് തന്നെയാണ് ഫഹദ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അല്ലുവും രശ്മികയും. രശ്മിക എന്ന് പറയുന്നത് ചിത്രത്തിൽ ഉടനീളം എന്താ പറയുന്നത് നല്ലൊരു ഭാര്യയായിട്ട് നേരത്തെ നമ്മുടെ ഇത്രയും നാളത്തെ സിനിമകൾ പറയേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഫസ്റ്റ് പാർട്ടില് രശ്മിക പുഷ്പരാജിന്റെ ലവർ ആയിരുന്നു. അവരുടെ ആ ഒരു കല്യാണ ടൈം ഒക്കെയാണല്ലോ ഇത് തീർന്നത്. വൈഫാണ് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കുടുംബിനി. അതേപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി അറ്റ്ലീസ്റ്റ് എന്താ പറഞ്ഞത് ആ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് രശ്മിക്ക് നല്ല വൃത്തിക്ക് അറിയാം. അതിലെന്താ പറയുന്നത് റൊമാൻറ്റിക് രംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിലെടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. എന്താ പറയുന്നത് ഒരു ഭർത്താവിനെ എങ്ങനെ നിലക്കി നിർത്താം, തങ്ങളുടെ സ്വകാര്യ നിമിഷത്തില് ഒരു ഭർത്താവിനെ എങ്ങനെ നിലക്കി നിർത്താം, അതേപോലെ തന്നെ പബ്ലിക് പ്ലേസിൽ ഭർത്താവിന് വേണ്ട റെസ്പെക്റ്റും കൊടുത്തും അതേപോലെ സ്നേഹവും കൊടുത്ത് കെയറും കൊടുത്ത് അവസാനം തന്റെ ഭർത്താവിനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തവരെ നേരിടാൻ ഒരു ധൈര്യം ആ ഒരു സ്ത്രീക്കുണ്ടായി. രശ്മിക എന്ന അതായത് ഒരു ബോൾഡ് ക്യാരക്ടർ ഒരു അങ്ങനെ ബോൾഡ് ആവേണ്ട സ്ഥലത്ത് ബോൾഡ് ആയിട്ടുണ്ട്. റൊമാൻറ്റിക് രംഗങ്ങള് കൈകാര്യം ചെയ്യേണ്ടടുത്ത് നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തു. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞ ഒരു ക്രിഞ്ച്, പൊടിക്ക് ക്രിഞ്ചായി പോയി എന്ന് പറയുന്നത്. ക്രിഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു ക്രിഞ്ച് എന്നുള്ളൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം പറയുന്നത് ഉപ്പും മുളകും ചേർത്ത് കൊണ്ടുപോയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും രശ്മികയുടെ ആ ഒരു നേച്ചറൊക്കെ കാണുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും അതേപോലെ ഒരു ഭാര്യ ആവാൻ തോന്നാൻ. അല്ല, എല്ലാരും ഒരേ ചിന്താഗതിക്കാരല്ലല്ലോ. പക്ഷെ ഇത് കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നിപ്പോകും, അത്രത്തോളം മനോഹരമാണ് അവരുടെ പെർഫോമൻസ്. ഓക്കെ. അപ്പം എന്തായാലും ഇപ്പോ പുഷ്പ 3 ഇറങ്ങുക, ഇപ്പൊ റിലീസ് ആകാനായി എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് ഒക്കെ വന്നു. അപ്പൊ അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്നു സസ്പെൻസ്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ KGF 3 വരാനിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ യഷിന്റെ ബാക്കി പ്രകടനങ്ങൾ നമ്മളിപ്പോ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ പുഷ്പയുടെ പ്രകടനം നമ്മൾ കാണാൻ കഴിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ 2025 ചിലപ്പം KGF 3 വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. കൂടെ ഒന്നിച്ചായിരിക്കാം വരുന്നത്. ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണണം. തീർച്ചയായിട്ടും കാണും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.